നമസ്കാരം. ഇന്നത്തെ ക്രൈം ന്യൂസ്. മുംബൈ മഹാരാഷ്ട്രയിൽ ഏറ്റുമുട്ടലിൽ 12 മാവോയിസ്റ്റുകളെ വധിച്ച് സുരക്ഷാ സേന. ഗഡ്ചിരോളി ജില്ലയിൽ 6 മണിക്കൂർ നീണ്ട ഓപ്പറേഷനിലാണ് മാവോയിസ്റ്റുകളെ വധിച്ചത്. കൊല്ലപ്പെട്ടവരിൽ നിന്ന് നിരവധി ആയുധങ്ങൾ കണ്ടെടുത്തതായി പോലീസ് പറഞ്ഞു. സിറാജ് ബ്യൂറോ ചീഫ് KM ബഷീറിനെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്തിയെന്ന കേസിൽ പ്രതി ശ്രീറാം വെങ്കിട്ടരാമൻ വ്യാഴാഴ്ച തിരുവനന്തപുരം 1ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിൽ ഹാജരാകണം. തനിക്കെതിരായ കുറ്റം ചുമത്തൽ സംബന്ധിച്ച് വാദം ബോധിപ്പിക്കാൻ സമയം തേടിയതിനെ തുടർന്ന് വ്യാഴാഴ്ച വരെയാണ് ശ്രീറാമിന് നേരത്തെ കോടതി സമയം അനുവദിച്ചത്. കഴിഞ്ഞ ജൂൺ 6-ന് കേസ് പരിഗണിച്ചപ്പോഴാണ് വ്യാഴാഴ്ച ഹാജരായി വാദം ബോധിപ്പിക്കുവാൻ കോടതി ഉത്തരവിട്ടത്. 16-കാരിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ പോലീസ് ഉദ്യോഗസ്ഥൻ അറസ്റ്റിൽ. പാലക്കാട് പുതുശ്ശേരി സ്വദേശിയായ അജീഷാണ് അറസ്റ്റിലായത്. പെൺകുട്ടിയുടെ പരാതിയിൽ പാലക്കാട് കസബ പോലീസാണ് അജീഷിനെ അറസ്റ്റ് ചെയ്തത്. ഇയാൾ മലപ്പുറം അരീക്കോട് ക്യാമ്പിലെ സിവിൽ പോലീസ് ഓഫീസറാണ്. ഇയാൾ നേരത്തെയും മറ്റൊരു പെൺകുട്ടിക്കെതിരെ മോശമായി പെരുമാറിയതായി പോലീസിന് പരാതി ലഭിച്ചിട്ടുണ്ട്. ഫോൺ പരിശോധിച്ചതിൽ പരാതി ശരിവെക്കുന്ന മട്ടിലുള്ള തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പാലക്കാട് കോടതിയിൽ ഹാജരാക്കിയ അജീഷിനെ റിമാൻഡ് ചെയ്തു. മുട്ടിക്കുളങ്ങര ക്യാമ്പിലെ ഉദ്യോഗസ്ഥനായിരുന്ന അജീഷ് പ്രത്യേക പരിശീലനത്തിനായാണ് മാസങ്ങൾക്ക് മുൻപ് അരീക്കോട്ടിലേക്ക് മാറിയത്. പെരിന്തൽമണ്ണ പോലീസാണ് അജീഷിനെ അറസ്റ്റ് ചെയ്തത്. മാസങ്ങൾക്ക് മുമ്പ് പെരിന്തൽമണ്ണയിൽ എത്തിച്ച പെൺകുട്ടിയെ വാടക ക്വാർട്ടേഴ്സുകളിൽ താമസിപ്പിച്ച് പീഡനത്തിന് സൗകര്യം ചെയ്യുകയായിരുന്നു. പെൺകുട്ടി ഗർഭിണിയായിരുന്നു. ആശുപത്രിയിൽ എത്തിയതോടെയാണ് പോലീസിന് വിവരം ലഭിച്ചത്. ജാഹിദുൽ ഇസ്ലാം പെരിന്തൽമണ്ണയിൽ എത്തി 1 വർഷത്തോളം കഴിഞ്ഞാണ് 17-കാരിയായ പെൺകുട്ടിയെ എത്തിച്ചത്. പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത് പെരിന്തൽമണ്ണ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. ഇനിയും പ്രതികളെ അറസ്റ്റ് ചെയ്യാനുണ്ടെന്ന് SI ഷിജോ സി തങ്കച്ചൻ അറിയിച്ചു. പെരിന്തൽമണ്ണ ജുഡീഷ്യൽ ഫസ്റ്റ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ASI അനിത, സീനിയർ CPOമാരായ ഷജീർ, സത്താർ, CPO സിൽമൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ഹരിയാനയിലെ ഫത്തേഹാബാദിൽ നേഴ്സായ യുവതിയെ കൊലപ്പെടുത്തി മൃതദേഹം നദിയിൽ തള്ളിയ കേസിൽ സൈനികൻ അറസ്റ്റിൽ. ഹരിയാന ജബ്ദേവാല സ്വദേശി രാംഫലിനെയാണ് സംഭവം നടന്ന 4 മാസങ്ങൾക്ക് ശേഷം പോലീസ് പിടികൂടിയത്. കൊല്ലപ്പെട്ട യുവതിയും വിവാഹിതനായ സൈനികനും തമ്മിൽ പ്രണയത്തിലായിരുന്നുവെന്നും യുവതി വിവാഹത്തിന് നിർബന്ധിച്ചതോടെയാണ് കൊലപാതകത്തിന് കാരണമായതെന്നും പോലീസ് പറഞ്ഞു. കെനിയയിൽ ഭാര്യയടക്കം 42 സ്ത്രീകളെ കൊലപ്പെടുത്തിയെന്ന് സംശയിക്കുന്ന പരമ്പര കൊലയാളിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. 33 വയസ്സുള്ള കൊളിൻസ് ജുമൈഷി ഗലുഷയാണ് പോലീസിന്റെ പിടിയിലായത്. 2 വർഷത്തിനുള്ളിൽ ഭാര്യയടക്കം 42 സ്ത്രീകളെ ഇയാൾ കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് പറയുന്നത്. കൊലപാതകത്തിന് ശേഷം വികൃതമാക്കിയ മൃതദേഹങ്ങൾ വീടിനടുത്തുള്ള മാലിന്യ കൂമ്പാരത്തിൽ വലിച്ചെറിഞ്ഞെന്ന് ഇയാൾ കുറ്റസമ്മതം നടത്തിയതായി പോലീസ് പറഞ്ഞു. വെള്ളിയാഴ്ച മുതൽ ആകെ 9 മൃതദേഹങ്ങളാണ് പ്ലാസ്റ്റിക് കവറുകളിൽ കെട്ടിയ നിലയിൽ നെയ്റോബിയിലെ മുഗുരു ചേരി പ്രദേശത്തെ മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് കണ്ടെടുത്തത്. ഇതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഗലൂഷി പിടിയിലായത്. ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയെ മദ്യം നൽകി പീഡിപ്പിച്ച കേസിൽ ദമ്പതികൾ അറസ്റ്റിലായി. പെൺകുട്ടിയുടെ ബന്ധുക്കളാണ് അറസ്റ്റിലായ ദമ്പതികൾ. ആലപ്പുഴ ചെന്നിത്തലയിലാണ് സംഭവം. 38-കാരനായ ബന്ധുവാണ് പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. പെൺകുട്ടിയുടെ അമ്മ വിദേശത്തായതിനാൽ ബന്ധുക്കളായ ദമ്പതികളുടെ വീട്ടിൽ നിന്നാണ് ഹൈസ്കൂൾ വിദ്യാർത്ഥി പഠിച്ചിരുന്നത്. സ്കൂളിലെ കൗൺസിലിംഗിനിടെയാണ് പെൺകുട്ടി പീഡന വിവരം പറയുന്നത്. തുടർന്ന് അധ്യാപകർ വിവരം പോലീസിൽ അറിയിക്കുകയായിരുന്നു. പോക്സോ കേസെടുത്ത പോലീസ് പെൺകുട്ടിയുടെ ബന്ധുക്കളായ ദമ്പതികളെ ഇന്ന് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഭാര്യയുടെ അറിവോടെയായിരുന്നു ഭർത്താവ് പീഡിപ്പിച്ചിരുന്നതെന്നാണ് പെൺകുട്ടിയുടെ മൊഴി. ചെങ്ങന്നൂർ DYSP ആണ് അന്വേഷണം നടത്തിയത്. അറസ്റ്റിലായവർ പെൺകുട്ടിയുടെ അടുത്ത ബന്ധുക്കളായതിനാൽ തന്നെ നിയമപ്രശ്നങ്ങളുള്ളതിനാൽ ഇവരുടെ പേര് വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ഏറ്റുമാനൂരിൽ MDMAയുമായി 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പെരുമ്പായിക്കാട് മോസ്കോ ഭാഗത്ത് ചെറുകരപ്പറമ്പ് വീട്ടിൽ കാർത്തികേയൻ, കൊല്ലം കുളത്തൂപ്പുഴ നെല്ലിമൂട് ഭാഗത്ത് അജിഭവൻ വീട്ടിൽ ബിജി T അജി എന്നിവരെയാണ് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള ലഹരി വിരുദ്ധ സ്ക്വാഡ് പിടികൂടിയത്. ഇവർ ഏറ്റുമാനൂർ കാരിത്താസ് ജംഗ്ഷന് സമീപത്തെ ലോഡ്ജ് കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നുണ്ടെന്ന് ജില്ലാ പോലീസ് മേധാവി K കാർത്തിക്കിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു. തുടർന്ന് ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ഏറ്റുമാനൂർ പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ലോഡ്ജിൽ നിന്ന് ഇരുവരെയും കഞ്ചാവും MDMAയുമായി പിടികൂടിയത്. ആന്ധ്രാപ്രദേശിൽ 8 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി പോലീസ്.
പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ സ്കൂൾ വിദ്യാർത്ഥികളായ 3 പ്രതികളും അശ്ലീല വീഡിയോകൾ കാണുന്നവരാണെന്നും ഇതിലെ രംഗങ്ങൾ അനുകരിക്കാൻ ശ്രമിച്ചതാണ് ദാരുണമായ കൊലപാതകത്തിൽ കലാശിച്ചതെന്നും പോലീസ് പറഞ്ഞു. കേസിൽ പ്രതികളിൽ ഒരാളുടെ അച്ഛനെയും അമ്മാവനെയും കൂടി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പെൺകുട്ടിയുടെ മൃതദേഹം നദിയിൽ ഉപേക്ഷിച്ചതിനും തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നതിനുമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. നന്ദി, നമസ്കാരം.